ഹായ് ഗായ്സ്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇന്ന് ഹർത്താൽ ദിവസമാണ്. അപ്പം ആർക്കും ഇന്ന് ഷൂട്ട് ഉണ്ടായിരുന്നില്ല. അപ്പം ഏട്ടനും ഞാനും ഇവിടെ റൂമിലുണ്ട്. അപ്പുറത്ത് ഹരിതയുണ്ട്, അതിൻ്റെ അപ്പുറത്ത് ശില്പയുണ്ട്. എല്ലാവരും നമ്മൾ ഒരു സെയിം ഹോട്ടലിൽ തന്നെയാണ് സീരിയലിൻ്റെ ആർട്ടിസ്റ്റുകളെല്ലാവരും സ്റ്റേ ചെയ്യണത്. അപ്പോൾ ഞങ്ങൾ രാവിലെ എന്താ പറയുക, നമ്മൾ ഓൾറെഡി തലേന്ന് തന്നെ ഷൂട്ടില്ല എന്ന് പറഞ്ഞപ്പം നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങളിവിടെ തട്ടിക്കുട്ടി സാൻഡ്വിച്ച് പോലെയൊക്കെ ആക്കി. പിന്നെ ഉച്ചയ്ക്കും നൈറ്റും ഫുഡ് നമുക്ക് റെസ്റ്റോറൻറ്റിൽ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ രാവിലെ അവർ റൂമിൽ വന്നു, ഞങ്ങൾ കാർഡ്സൊക്കെ കളിച്ചിരുന്നു. പിന്നെ കുറേ സംസാരിച്ചൊക്കെ ഇരുന്നു. കുറേ കാലത്തിൻ്റെ ഇടയിൽ ഒരു മീറ്റപ്പ് ആയിരുന്നു. ഭയങ്കര അടിപൊളി ഒരു ഡേ ആയിരുന്നു ഇന്ന്. അപ്പോൾ നൈറ്റ് ആയപ്പോൾ ഞങ്ങളൊന്ന് ചുമ്മാ പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ശില്പ ഞങ്ങളോട് പറഞ്ഞു, ഞാനല്ല മറ്റേ ശില്പ പറഞ്ഞു നമുക്കിങ്ങനെ ടെറസിൽ പോവാമെന്ന് പറഞ്ഞു. ടെറസ് എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻ്റാണ് കഴക്കൂട്ടത്ത്. അപ്പോൾ ഞങ്ങൾ 4 പേരും കൂടെ കഴക്കൂട്ടത്ത് എത്തി. നല്ല അടിപൊളി ആംബിയൻസ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഭയങ്കര ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്പേസ് ആയിരുന്നു. ഭയങ്കര രസമുണ്ടായിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാണ്ടെടുത്തൊരു വീഡിയോ ആണ്. അതിൻ്റെ പോരായ്മകൾ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. അവിടുന്ന് ഇവിടുന്നൊക്കെ കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തിരിക്കുന്നത്. പണിമുടക്ക് ഡേ ആയിരുന്നു. അപ്പൊ പണിമുടക്ക് ഡേ ആയിരുന്നു. ഞാനും ഏട്ടനൊക്കെ ട്രിവാൻഡ്രായിരുന്നു. ഏട്ടന് ഷൂട്ടുണ്ടായിരുന്നു. അപ്പൊ പണിമുടക്ക് ഡേ ആയതുകൊണ്ട് ഷൂട്ടില്ല. അപ്പൊ ഞങ്ങൾ എനിക്ക് പകുതി വോയിസ് ഓവർ കൊടുത്താൽ മതി. അവളെല്ലാം കൊടുക്കുന്നത്. തൊട്ടപ്പുറത്തെ റൂമിൽ ഹരിത ഉണ്ടായിരുന്നു. അപ്പൊ കുറേ കാലമായി ഹരിതയായിട്ട് ഞങ്ങളൊന്ന് കുറേ സംസാരിച്ചിട്ടൊക്കെ. ഞാനും ഹരിത സംസാരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ കുറേ സംസാരിച്ചിട്ടിരിക്കും. അപ്പോൾ രാവിലെ ഞങ്ങൾ ഹരിത വിളിച്ചു. ഞങ്ങൾക്ക് ആളുടെ കൂടെ ഞങ്ങൾക്കൊരു എന്റർടൈനറേയും കൂടെ അവൾ തന്നു. അതെ അതെ അതെ, അത് എന്റർടൈനർ ഇവള് ഞാൻ കൊണ്ടുവന്നൊന്നുമില്ല. ഭക്ഷണം കഴിക്കാൻ ഒന്നുമില്ല ചേച്ചി എന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചോണ്ട് വന്നാണ്. അപ്പൊ ഹരിതയും പിന്നെ ശില്പ കൂടി ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ രാവിലെ തൊട്ട് സംസാരിക്കാൻ തുടങ്ങി. ഞങ്ങൾ 3 ആളും തന്നെ ഇരുന്ന് കുറേ സംസാരിക്കും. പക്ഷെ ഏട്ടനും കൂടെ ഉള്ളതുകൊണ്ട് ഏട്ടൻ പറഞ്ഞു നമുക്ക് ചീട്ട് കളിക്കാമെന്ന് പറഞ്ഞു. സോ അവർക്ക് ചീട്ട് കളിക്കാൻ അറിയില്ലായിരുന്നു. അപ്പം ഞങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ ഞങ്ങൾ ചീട്ടൊക്കെ കളിച്ചിട്ട് പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചു. ഫുഡ് ഞങ്ങൾ രുചിയിൽ താഴെ പോയി കഴിക്കുകയായിരുന്നു. പിന്നെ രുചിയിലും നല്ല രസം. എനിക്ക് പറയാനില്ല, വോയിസ് ഓവർ ഒക്കെ എന്നെ പറഞ്ഞ് തന്നെ സഹായിക്കുന്ന ഹരിത. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ശില്പ പറഞ്ഞു ടെറസിൽ അവിടെ അടുത്തൊരു സ്ഥലമുണ്ട്, അവിടെ പോവാന്ന് പറഞ്ഞു. അപ്പോൾ ശരി കഴിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് അവിടെ പോയി കഴിച്ചു. പിന്നെ ഇതൊക്കെ ആക്ച്വലി വ്ലോഗിൽ പറയുവാണെങ്കിൽ ഇങ്ങനെയൊക്കെ പറയും. പക്ഷെ ശരിക്കും മനസ്സിൽ എന്തായിരിക്കും വെച്ചാൽ നാശം. ഇന്ന് കിട്ടിയ ഒരു ലീവിനെ ഉറങ്ങി തീർക്കാന്ന് വിചാരിച്ച ഈ 2 കുരുക്കുകളും വന്ന് ഞങ്ങൾ 2 പേരും ഉറങ്ങാനും സമ്മതിച്ചില്ല. നിങ്ങളല്ലേ അങ്ങനെ വിചാരിക്കും? നിങ്ങൾ ഇന്നത്തെ ഒരു പരിപാടി നടന്നില്ലല്ലോ, കിടന്നുറങ്ങുന്ന നിങ്ങളായിരുന്നില്ലേ? ഇല്ല, ചുമ്മാ പറഞ്ഞാണ്. നമ്മളിന്ന് 4 പേരും അടിച്ചു പൊളിച്ച് ഭയങ്കര. അതെ, ഞങ്ങൾ എല്ലാരും എൻജോയ് ചെയ്തു. ഏട്ടൻ മാത്രം നല്ല കളറ് മാത്രം ഭയങ്കര നല്ലവനായിട്ട്. അങ്ങനെ മെനു കയ്യിൽ കിട്ടിയിട്ട് കുറേ നേരമായി. ഞങ്ങൾ ഫുൾ കൺഫ്യൂസ്ഡായി. ഞങ്ങൾ എന്ത് വേണം എന്നിങ്ങനെ ഡിസ്കസ് ചെയ്ത് അവസാനം ഞങ്ങൾ 4 പേരും കൂടെ ഫൈനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് നിങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അവർ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ചിക്കൻ
ചിക്കൻ എന്താ ഹണി ഗ്ലേസ്ഡ് ചിക്കൻ ലൈക്ക് അങ്ങനെ എന്തോ ഒരു സംഭവം കഴിച്ചായിരുന്നു. അത് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അത് തന്നെ പറഞ്ഞു. പിന്നെന്താ അവിടുത്തെ നാന്, പിന്നെ ബീഫ് സ്റ്റ്യൂ, പിന്നെന്താ പിന്നെ ഒരു ചിക്കൻ ബാർബിക്യൂ ലെഗോ അങ്ങനെ എന്തോ ഒരു സംഭവം ഏട്ടൻ പറഞ്ഞു. പിന്നെ നമ്മൾ പ്രോൺസിൻ്റെ ഒരു സ്റ്റാർട്ടർ പറഞ്ഞു, ഗാർലിക് പ്രോൺസ് അങ്ങനെ ഒരു സംഭവം. എല്ലാ ഫുഡും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല നല്ല എന്താ പറയുക, നല്ല ഫ്ലേവറൊക്കെ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ ആ ഹണി ഗ്ലേസ്ഡ് ചിക്കൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമുക്ക് 4 പേർക്കും ഭയങ്കരമായിട്ട് അത് ഇഷ്ടപ്പെട്ടു. എന്നിട്ട് നമ്മളത് പിന്നെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ഭയങ്കര അടിപൊളിയായിരുന്നു. എടുത്തു പറയണേ ഇവിടുത്തെ ആംബിയൻസും ഭയങ്കര നല്ലതായിരുന്നു. ഞങ്ങൾക്ക് ഇവിടുത്തെ ആംബിയൻസ് ഭയങ്കര അങ്ങ് ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി. പിന്നെ അവിടെ ഹുക്ക ഉണ്ട്, നമുക്ക് ഹുക്ക സ്പേസ് ഉണ്ട്. പിന്നെ അവിടെ ഗെയിം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ലീവ് കിട്ടിയ സമയത്ത് ഇത്രയ്ക്കും എൻജോയ് ചെയ്തിട്ട് ഇന്നത്തെ ഡേ പോകുന്നു ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം അവരും കൂടെ ഉള്ളതുകൊണ്ട് ഞങ്ങളും ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഹാപ്പി ആയിട്ട് ഞങ്ങൾ ഇന്നത്തെ ഒരു ഡേ അങ്ങ് സ്പെൻഡ് ചെയ്തു. ശില്പിയും ഹരിതേനെയും കിട്ടിയപ്പോൾ നമ്മളങ്ങോട്ട് ഫുൾ അങ്ങ് ചില്ല് ചെയ്തു. അപ്പോൾ ഇതേ ഞങ്ങളുടെ ഫുഡുകൾ ഓരോന്നോരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കണു. ഞങ്ങളിത് ഈ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇന്നത്തെ ഒരു നൈറ്റ് ഞങ്ങളിത് ഇവിടെ സ്പെൻഡ് ചെയ്യുവാണ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ ഇവിടെ കഴിയുവാണ്. അപ്പം എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.